50 കഴിഞ്ഞവരുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. 50 എന്നതൊരു ടേണിംഗ് പോയിന്റ് ആണ്. സാധാരണ നമ്മൾ പുരുഷായുസ് ഇപ്പോൾ 100 വയസ്സ് എന്നാണ് വയ്പ്. ജായതേ, വിപരിണീയതേ, വർദ്ധതേ, സ്ഥിതി, അപക്ഷീയതേ, നശ്യതേ, ഇങ്ങനെ 6 ഘട്ടങ്ങളുണ്ട്. ജനിക്കുന്നു, മാറ്റങ്ങൾ വരുന്നു, അനന്തര തലമുറയെ സൃഷ്ടിക്കുന്നു, അതേപോലെ കുറഞ്ഞാൾ സ്ഥിതി ചെയ്യുന്നു, ക്ഷയിക്കുന്നു, നശിക്കുന്നു. ഇത് മനുഷ്യന് മാത്രമല്ല സർവ്വ ജീവജാലങ്ങൾക്കുള്ളതാണ്. ഇതിനെ നമ്മൾ ഭയപ്പെട്ടിട്ടോ ഇതിനെ അവഗണിച്ചിട്ടോ ഒരു കാര്യമില്ല. ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശാസ്ത്രീയമായിട്ടും ബുദ്ധിപൂർവവും ഈ കാലഘട്ടത്തെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കാൻ സാധിക്കും. ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ടത് 2 വഴികളാണ്. ഒന്ന് ശരിയായ ആഹാരവും ഒന്ന് ശരിയായ വ്യായാമവും. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്ന് പറയും. ശരിയായ ആഹാരവും ശരിയായ വ്യായാമവും ശരിയായ മാനസികമായിട്ടുള്ള വ്യാപാരവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് യൗവനത്തിന് വളരെ പ്രസക്തമായ കാര്യമല്ല. നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ കഴിച്ചാലും അതുപോലെ കുറച്ച് വ്യായാമം ചെയ്തില്ലെങ്കിലും നമുക്ക് ആ സമയത്ത് ആരോഗ്യത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കും. അത് കഴിഞ്ഞ് പ്രശ്നം വരുമെന്ന് മാത്രമേ ഉള്ളൂ. യൗവനം അങ്ങനെ കടന്നു പോകും. പക്ഷേ യൗവനം കടന്നയാളെ സംബന്ധിച്ചോളം അവരുടെ ശരീരം പുതിയ വീക്കാവും. ആദ്യം നമുക്ക് ആഹാരത്തെക്കുറിച്ച് നോക്കാം. ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം ക്ഷയിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ദഹനേന്ദ്രിയങ്ങളുടെ ശേഷിയും കുറയും. അതുപോലെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് അബ്സോർവ് ചെയ്യാനുള്ള, സ്വീകരിക്കാനുള്ള ശേഷിയും ശരീരത്തിൻ്റെ കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമീകൃതമായിട്ടുള്ളൊരു ആഹാര വ്യവസ്ഥയിലേക്ക് വരണം. ഒരു കംപ്ലീറ്റ് ഫുഡ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും കിട്ടുന്ന തരത്തിലുള്ള ഒരു ഡയറ്റ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. മറ്റൊന്ന് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഓവർ ഈറ്റിംഗ് ഒഴിവാക്കുക. ആഹാരത്തിൻ്റെ അഭാവവും ആഹാരത്തിൻ്റെ ആധിക്യവും നമ്മളെ രോഗത്തിലേക്ക് നയിക്കും. ഒരു പരിധിവരെ ഇന്ന് പ്രമേഹം, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ തുടങ്ങിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ജീവിതശൈലി രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം ആഹാരത്തിലെ അസന്തുലിതാവസ്ഥയാണ്. ക്വാളിറ്റി ഫുഡ് കഴിക്കണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ക്വാണ്ടിറ്റി കൂടാതെ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഷുഗർ ഉണ്ടെങ്കിലും ഷുഗർ ഇല്ലെങ്കിലും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കണം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞത് നമ്മളുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി സോഴ്സാണ്, ഊർജത്തിൻ്റെ സ്രോതസ്സാണ്. നമ്മൾ പണ്ടത്തെ പോലെ ആയാസകരമായ ജോലികളിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഇത്രയും ഊർജം ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ആഹാരത്തിൽ കുറച്ച് കുറയ്ക്കുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് മറ്റ് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഷുഗർ ഇല്ലെങ്കിൽ ഷുഗർ ഉണ്ടാകാതിരിക്കാനും അത് സഹായകരമായിരിക്കും. പച്ചക്കറികളും പഴങ്ങളും പയറുവർഗ്ഗങ്ങളും ഇലക്കറികളുമൊക്കെ ആഹാരത്തിൽ വർദ്ധിപ്പിക്കണം. അതിലൂടെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം കിട്ടും. അതുപോലെ തന്നെ ധാരാളം ഫൈബർ ഉണ്ടാവും. അത് കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനും നമുക്ക് സഹായകരമായിരിക്കും. ഇതുപോലൊരു ആഹാരക്രമത്തിലേക്ക് വന്നാൽ ഷുഗർ, പ്രഷർ, ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, കാർഡിയാക് ഡിസീസ്, കിഡ്നി പ്രവളം തുടങ്ങിയ പല രോഗങ്ങളും കുറയ്ക്കാനും ഒബിസിറ്റിയെ മറികടക്കാനും നമുക്ക് സഹായകരമായിരിക്കും. പൊതുവെ മധ്യകാലഘട്ടം കഴിയുമ്പോഴേക്കും നമ്മളുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും സ്കിന്നിൻ്റെ ഒക്കെ ശേഷി കുറയും. ഇത് ആഹാരത്തിലൂടെ അകത്ത് ചെല്ലുന്ന ടോക്സിൻ പുറന്തള്ളാനുള്ള ശേഷി കുറഞ്ഞു വരുമെന്നാണ് പറഞ്ഞു പറഞ്ഞത്. അതുകൊണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിൽ ടോക്സിൻ ഇല്ലാത്ത ഫുഡുകളിലേക്ക് നമ്മൾ മടങ്ങണം. അതായത്
കളറ് ചേർത്തത്, സ്മെല്ല് ചേർത്തത്, ടേസ്റ്റിന് വേണ്ടിയിട്ട് രാസവസ്തുക്കൾ ചേർത്തത്, കേടാകാതിരിക്കാനുള്ള വസ്തുക്കൾ ചേർത്തത്, അതുപോലെ കൊക്കക്കോള പോലുള്ള ഡ്രിങ്കുകൾ, ആൽക്കഹോള്, അതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ്, ബേക്കറി ഫുഡുകൾ, ഇതെല്ലാം നമ്മൾ പരമാവധി പരിമിതപ്പെടുത്തണം. എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. പരമാവധി ശുദ്ധമായിട്ടുള്ള ആഹാരം, ഏറ്റവും കുറച്ച് പാകപ്പെടുത്തിയ ആഹാരം, പച്ചയ്ക്ക് ഉള്ള പച്ചക്കറികളും പഴങ്ങളുമൊക്കെ ധാരാളമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. കാരണം പച്ചയ്ക്കുള്ള ആഹാരത്തിൽ നിന്ന് ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി 0% ആണ്. അത്തരം ആഹാരം കഴിച്ചാൽ നമുക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടാനും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. 50 വയസ്സ് കഴിഞ്ഞാൽ 1 വർഷം 1% വെച്ച് നമ്മളുടെ മസിലിന് ലൂസ് വരുന്ന പറഞ്ഞത്. സാർക്കോപീനിയ എന്ന് പറയും. ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് സംഭവിച്ചേ പറ്റൂ. പക്ഷെ ചില ആളുകൾക്ക് ഇത് 2, 3, 4% വരും. അത്തരം പേരാണ് വളരെ പെട്ടെന്ന് വെയിറ്റ് കുറയുകയും അതുപോലെ ക്ഷീണിക്കുകയും അകാല വാർദ്ധക്യത്തിൽ എത്തുകയും മുട്ടുവേദന, ഡിസ്ക് പ്രശ്നം, മസിൽ പെയിൻ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ബാലൻസിന്റെ പ്രശ്നം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും. അതുപോലെ ബോണിന്റെ അസ്ഥിയുടെ ശേഷിയും കുറഞ്ഞു വരും. ഒന്ന് വീണാൽ പലപ്പോഴും നമ്മുടെ അസ്ഥി പൊട്ടിപ്പോകും. മസിൽ ലോസിനെ പരിഹരിക്കാൻ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ആഹാരത്തിൽ ധാരാളം പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. സാധാരണ പറയണത് 1 കിലോ ശരീരഭാരത്തിന് 1 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ 50 കിലോ ഉണ്ടെങ്കിൽ ദിവസം 50 ഗ്രാം പ്രോട്ടീൻ കഴിക്കുക. മസിൽ ലോസ് വരാതിരിക്കാൻ, അതിൻ്റെ അളവ് കുറയ്ക്കാൻ നമ്മൾ ആയാസകരമായ വ്യായാമവും ചെയ്തേ പറ്റൂ. ഐസൊക്കെ ആയി ഇനി വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അകാല വാർദ്ധക്യമായിരിക്കും സിദ്ധിക്കാൻ പോണത്. അതുകൊണ്ട് എന്നും നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ അവയവത്തിനും ആയാസം കിട്ടുന്ന തരത്തിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടണം. നടക്കുന്നതുകൊണ്ട് മാത്രം എല്ലാമായും ധരിക്കരുത്. നടക്കൽ മോശമാണെന്നല്ല പറയണത്. എല്ലാ അവയവത്തിനും നടക്കുന്നതുകൊണ്ട് വ്യായാമം കിട്ടില്ല. അതുകൊണ്ട് ഇരുന്നും നിന്നും കിടന്നുമുള്ള വ്യായാമങ്ങൾ, അതിൽ ഏറ്റവും യോജിച്ചത് യോഗാസനങ്ങളാണ്. അതിന് കൂടുതൽ സ്ഥലം ആവശ്യമില്ല, വലിയ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ആവശ്യമില്ല. അതുപോലെ ഓരോരുത്തരുടെയും പ്രായവും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാവുന്ന വ്യത്യസ്തമായിട്ടുള്ള യോഗാസനങ്ങളുണ്ട്. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് പ്രാണായാമമാണ്. നമ്മളുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ശേഷി നിലനിർത്താനും അതുപോലെ ബ്രെയിനിൻ്റെ ശേഷി നിർത്താനും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ് ഉപകരിക്കും. ശരിയായ ആഹാരത്തിലൂടെയും ശരിയായ വ്യായാമത്തിലൂടെയും ഒരു ഹെൽത്തി ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഉപയോഗിക്കുന്ന പല മരുന്നുകളും വെട്ടിക്കുറയ്ക്കാനോ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനോ സാധിക്കും. ആശുപത്രി ചെലവ്, ചികിത്സാ ചെലവ് കുറയ്ക്കാം. അതുപോലെ ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പല രോഗങ്ങളെ നമുക്ക് ഇന്നേ തരം തടഞ്ഞു നിർത്താൻ സാധിക്കും. ഒന്നും പേടിക്കാതെ സുഖവും സന്തോഷവുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനുമുള്ള അവസരം മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ധാരാളം പേര് ഈ കോഴ്സിൽ പങ്കെടുത്ത് മുമ്പ് പറഞ്ഞതുപോലെ സുഖവും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്.